മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിന് പണം നൽകിയതായി ആരോപണമുയർന്ന പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന് സർക്കാർ നൽകിയത് കോടികൾ. 2019 മുതൽ ഇതുവരെ 5 കോടി രൂപക്കടുത്താണ് വിവിധ പദ്ധതികളിലായി സർക്കാർ നൽകിയത്. ഇതിൽ മിക്കതും നടപ്പാക്കാത്ത പദ്ധതികളാണ്. സംസ്ഥാനത്ത് കെ-ഫോൺ ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ടാണ് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന്റെ പേര് വിവാദങ്ങളിൽ ഉൾപ്പെടുന്നത്. സ്വപ്ന സുരേഷിനെ സ്പേസ് പാർക്കിൽ നിയമിക്കാൻ PwC ശുപാർശ നൽകിയത് പുറത്തുവന്നതോടെ വിവാദം ആളിക്കത്തി. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിന്റെ വിദേശ അക്കൗണ്ടിലേക്ക് പണം നൽകിയതായി ആരോപണമുയർന്നതോടെയാണ് PwCയുടെ പേര് വീണ്ടും ഉയർന്നു വന്നത്. എക്സാലോജിക്കിന്റെ ദുബായ് അക്കൗണ്ടിലേക്ക് പണം നൽകിയെന്ന ആരോപണം ഷോൺ ജോർജാണ് ഉന്നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികൾ അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടെയാണ് 2019 മുതൽ സർക്കാർ PwCക്ക് നൽകിയ പണത്തിന്റെ കണക്കുകൾ പുറത്തുവരുന്നത്. 2019 IT പാർക്കുകളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയുടെ മൂല്യവിശകലനത്തിനായി 22.8 ലക്ഷം രൂപയാണ് PwCക്ക് നൽകിയത്. കെ-ഫോൺ പദ്ധതിയുടെ കൺസൾട്ടൻസി ജോലികൾക്കായി ഇതുവരെ 3,41 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. കെ-സ്പേസ് പദ്ധതിക്ക് 23,22,143 രൂപയും ഭാരത് നെറ്റ് പദ്ധതിക്കായി 46,65,667 രൂപയുമാണ് സർക്കാർ ഖജനാവിൽ നിന്ന് നൽകിയിരിക്കുന്നത്. PwCക്കായി സെക്രട്ടേറിയറ്റിൽ ഓഫീസ് തുറന്നു നൽകാനും സർക്കാർ നീക്കം നടത്തിയിരുന്നു. PwC എന്ന ബ്രിട്ടീഷ് കമ്പനിക്ക് വേണ്ടി വഴിവിട്ട ഇടപാടുകൾ സർക്കാർ നടത്തിയെന്ന ആരോപണം ഇപ്പോഴും ശക്തമാണ്. ഇതിനിടെയാണ് ചെയ്യാത്ത പദ്ധതികൾക്ക് പോലും PwCക്ക് പണം നൽകിയതിന്റെ കണക്കുകൾ പുറത്തുവരുന്നത്. തിരുവനന്തപുരത്ത് നിന്നും R. രാജീവ്, ജനം.